KSEBയുടെ ഷോക്ക്. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധന മൂലം കടുത്ത പ്രയാസത്തിലൂടെ നീങ്ങുന്ന കേരളീയ ജനതയുടെ നടുവൊടിക്കുന്നതാണ് KSEBയുടെ പുതിയ നിരക്ക് വർധന. വൈദ്യുതി ബോർഡിന്റെ കെടുകാര്യസ്ഥതയുടെ പാപഭാരം പൊതുജനങ്ങളുടെ മേൽ കെട്ടിവെക്കുകയാണ് സർക്കാർ. 2 തവണയായി യൂണിറ്റിന്മേൽ 28 പൈസയുടെ അധിക ബാധ്യതയാണ് KSEB ഉപഭോക്താക്കളുടെ മേൽ കെട്ടിയേൽപ്പിക്കുന്നത്. ഈ മാസം 1 മുതൽ യൂണിറ്റിന് 16 പൈസയും അടുത്ത ഏപ്രിൽ മുതൽ വീണ്ടും 12 പൈസയുമാണ് വർധന. 2 വർഷത്തിനിടെ 3ാം തവണയും 2016 പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 5ാം തവണയുമാണ് നിരക്ക് വർദ്ധിപ്പിക്കുന്നത്. വീടുകളിൽ വൈദ്യുതി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും നൽകേണ്ട ഫിക്സഡ് ഫീസിലും വർധന വരുത്തി. പ്രതിമാസം 250 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്നവർക്ക് 5 മുതൽ 30 രൂപ വരെയും 250 യൂണിറ്റിനു മുകളിൽ 40 മുതൽ 50 രൂപ വരെയുമാണ് വർധന. വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് ജൂലൈയിൽ നടപ്പാക്കാനായിരുന്നു നേരത്തെ KSEBയുടെ തീരുമാനം. 3 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മാസത്തേക്ക് നീട്ടിയത്. ആഭ്യന്തര ഉത്പാദനത്തിലെ കുറവ് മൂലം പുറമേ നിന്ന് കൂടിയ നിരക്കിൽ വൈദ്യുതി വാങ്ങേണ്ടി വരുന്നത് കാരണവും വർദ്ധിച്ചുവരുന്ന പ്രവർത്തന പരിപാലന ചെലവ് കാരണവും വൈദ്യുതി ബോർഡിന് വന്നുചേർന്ന അധിക ബാധ്യതയാണ് നിരക്ക് കൂട്ടുന്നതിന് കാരണമായി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി പറയുന്നത്. 70% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുകയാണത്രേ. ഇതിലുപരി ബോർഡിന്റെ കെടുകാര്യസ്ഥത, അഴിമതി, നിർമ്മാണത്തിലിരിക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിൽ വന്ന കാലതാമസം, ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ വരുത്തിയ പരിധിവിട്ട വർധന തുടങ്ങിയവയാണ് KSEBയുടെ നഷ്ടത്തിന് കാരണമെന്നാണ് അറിയുന്നത്. നിരക്ക് കൂട്ടുന്നതിന്റെ മുന്നോടിയായി റെഗുലേറ്ററി കമ്മീഷന് നടത്തിയ തെളിവെടുപ്പിൽ ഇക്കാര്യങ്ങൾ പലരും ചൂണ്ടിക്കാണിച്ചതാണ്. ചെറുതും വലുതുമായ നിരവധി ജലവൈദ്യുത പദ്ധതികൾ നിർമ്മാണത്തിലുണ്ട് സംസ്ഥാനത്ത്. നിർമ്മാണം തുടങ്ങി ദശാബ്ദങ്ങൾ പിന്നിട്ടു ഇവയിൽ പലതും. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കി കമ്മീഷന് ചെയ്യുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിക്കുന്ന പദ്ധതികൾ പിന്നീട് പാതിവഴിയിൽ നിൽക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാവുന്ന ഈ പദ്ധതികൾ പൂർത്തിയാക്കിയാൽ ഉയർന്ന വിലക്ക് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത് ഒഴിവാക്കാനാകും. അതുപോലെ 2600 മെഗാവാട്ട് ശേഷിയുള്ള രാമക്കൽമേട്, അട്ടപ്പാടി, പാപ്പൻപാറ, മാമൂട്ടിമേട് തുടങ്ങി കാറ്റാടി വൈദ്യുത പദ്ധതികളും KSEBയുടെ പരിഗണനയിലുണ്ട്. നഷ്ടങ്ങളുടെ കണക്ക് പെരുപ്പിച്ചു കാണിച്ചു വർഷാവർഷം വൈദ്യുതി നിരക്ക് കൂട്ടുകയല്ലാതെ നിർമ്മാണത്തിലിരിക്കുന്നതും പരിഗണനയിലുള്ളതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ ബോർഡിനോ വൈദ്യുതി വകുപ്പിനോ ശ്രദ്ധയില്ല. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭിക്കുന്നതിന് 2016 അന്നത്തെ സർക്കാർ ഒപ്പിട്ട കരാറ് റദ്ദാക്കിയതാണ് KSEBയുടെ പ്രവർത്തന ചെലവ് കൂടാൻ മറ്റൊരു കാരണം. ജിൻഡാല്, ജാബുവ, ബാൻകോ, ഇന്ത്യ തെർമൽ പവർ ലിമിറ്റഡ് എന്നീ 4 കമ്പനികളിൽ നിന്ന് 25 വർഷത്തേക്ക് യൂണിറ്റിന് 4 രൂപ 15 പൈസ മുതൽ 4 രൂപ 29 പൈസ വരെയുള്ള നിരക്കിൽ വൈദ്യുതി വാങ്ങാനായിരുന്നു കരാറ്. അകാരണമായാണ് റെഗുലേറ്ററി കമ്മീഷൻ ഈ കരാറുകൾ റദ്ദാക്കിയത്. പകരം 10 രൂപ 25 പൈസ മുതൽ 14 രൂപ വരെ നിരക്കിലാണ് നിലവിൽ പുറമെ നിന്ന് വൈദ്യുതി വാങ്ങുന്നത്. നേരത്തെയുള്ള കരാറ് റദ്ദാക്കിയതിനു പിന്നിലെ കാരണം ദുരൂഹമാണ്. ഇതിന്റെ പിന്നിൽ അഴിമതിയുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം. സംസ്ഥാനത്തിന്റെ നിലവിലെ പരമാവധി വൈദ്യുതി ആവശ്യകത 5000-5500 മെഗാവാട്ടാണ്. 6 വർഷം കൊണ്ടിത് 10000 മെഗാവാട്ടായി ഉയരുമെന്നാണ് ഒക്ടോബർ അവസാനം അപ്പര് ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കവേ മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞത്. അതേസമയം കേരളത്തിന്റെ വൈദ്യുത ഉത്പാദനശേഷി ഇതിനുമെത്രയോ മുകളിലാണെന്ന് പഠനങ്ങൾ കാണിക്കുന്നു. ഏകദേശം 45000 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ട് കേരളത്തിനെന്നാണ് വേൾഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സസ്റ്റൈനബിൾ എനർജിയും വേൾഡ് ലൈഫ് ഫണ്ടും ചേർന്ന് തയ്യാറാക്കിയ പഠന റിപ്പോർട്ടിൽ പറയുന്നത്. വൈദ്യുതി ബോർഡ് ശമ്പളം കുത്തനെ വർദ്ധിപ്പിച്ചത് സർക്കാരുമായി ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായാണ്. നഷ്ടത്തിലോടുന്ന സ്ഥാപനമെന്ന നിലയിൽ മന്ത്രിസഭയുടെ അനുമതിയോടെ മാത്രമേ KSEBയിൽ ശമ്പള വർധന നടപ്പാക്കാവൂ എന്നാണ് ചട്ടം. ശമ്പള വർധന നടപ്പാക്കി പിന്നീട് സർക്കാരിന്റെ അനുമതി നേടുകയായിരുന്നു KSEBയുടെ രീതി. 2021 ജനുവരി 18 സർക്കാർ ഇറക്കിയ വിജ്ഞാപനത്തിൽ ഈ രീതി ഇനി പിന്തുടരരുതെന്നും സർക്കാരുമായി ചർച്ച നടത്തി മുൻകൂർ അനുമതി നേടിയ ശേഷം മാത്രമേ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാവൂ എന്നും നിർദ്ദേശം നൽകിയിരുന്നു. ഈ ഉത്തരവ് മറികടന്ന് സംസ്ഥാനത്തെ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിലും ഇല്ലാത്ത വിധം ഉയർന്ന ശമ്പള വർധനവാണ് ബോർഡ് നടപ്പാക്കിയത്. ഇതോടെ ബോർഡിന്റെ പ്രവർത്തന ചെലവ് 36.1% നിന്ന് 46.5% ഉയർന്നു. ശമ്പള വർധനവിന്റെ പേരിൽ KSEBയിൽ നടക്കുന്നത് ധൂർത്താണെന്ന് കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിൽ CAG കുറ്റപ്പെടുത്തിയിരുന്നു. അനുമതിയില്ലാതെ ശമ്പള വർധന വരുത്തിയുണ്ടാക്കിയ അധിക ഭാരം ജനങ്ങളുടെ മേല് കെട്ടിവെക്കുന്നത് ന്യായീകരിക്കാവതല്ലെന്നും CAG ചൂണ്ടിക്കാട്ടിയിരുന്നു. എനർജി ചാർജിനു പുറമെ ഫിക്സഡ് ചാർജ്, മീറ്റർ വാടക, സെസ്, സർചാർജ്, ഡെപ്പോസിറ്റ്, അഡ്വാൻസ് ഡെപ്പോസിറ്റ്,
പീക്ക് അവര് അധിക നിരക്ക് എന്നിങ്ങനെ പല പേരില് ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കുന്നുണ്ട് KSEB. ഈ പിടിച്ചുപറിക്ക് എന്ത് ന്യായീകരണമെന്ന ചോദ്യത്തിന് ബന്ധപ്പെട്ടവർക്ക് മറുപടിയില്ല. നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വില വർധന മൂലം കടുത്ത പ്രയാസത്തിലൂടെ നീങ്ങുന്ന കേരളീയ ജനതയുടെ നടുവൊടിക്കുന്നതാണ് KSEBയുടെ പുതിയ നിരക്ക് വർധന.